ഗവേഷകൻ എന്ന സ്ഥാനത്ത് നിന്ന് ശാസ്ത്രത്തിന്റെ സാമൂഹ്യ ധർമ്മം തേടിയുള്ള എംപിയുടെ യാത്ര അദ്ദേഹത്തെ കേരളത്തിൽ തിരിച്ചെത്തിച്ചു. ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ സമിതി എന്ന് പറയാം, അതിൻ്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിച്ച് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് രൂപം നൽകി. അത് കേരളത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി. ഈ മാറ്റങ്ങൾ അഖിലേന്ത്യാ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അഖിലേന്ത്യാ സാക്ഷരതാ യജ്ഞം, അഖിലേന്ത്യാ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ശാസ്ത്ര പ്രചാരണത്തിനുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം എല്ലാവർക്കും അറിയാം. തുല്യ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നുണ്ട്. ശാസ്ത്രത്തെ ജനകീയമാക്കിയതുപോലെ തന്നെ വികസന പ്രക്രിയയെ ജനകീയമാക്കാം. ജനകീയ പ്രസ്ഥാനമായിട്ട് വികസനത്തെ വീക്ഷിക്കാം. അത് അദ്ദേഹത്തിന്റെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന സംഭാവനയാണ്. കാരണം വികസനത്തിന്റെ ഭാഗമായി സമ്പത്ത് വർദ്ധിച്ചാൽ മാത്രം പോരാ, അതിന്റെ നേട്ടം ജനങ്ങൾക്ക് കിട്ടണം. അത് വേണമോ? ജനങ്ങള് വികസനത്തിന്റെ ഒബ്ജക്ട്സ് ആയിരുന്നാൽ പോരാ, സബ്ജക്ട്സ് ആയി മാറണം. അതിന് അനിവാര്യമാണ് അധികാര വികേന്ദ്രീകരണം. അങ്ങനെ കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തില്, അതിന്റെ ആവിഷ്കാരത്തില്, നടത്തിപ്പില് ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറി. ഇന്ന് 30ാം വാർഷികം ആചരിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ MP പരമേശ്വരന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കാം. EMSന്റെ വാക്കുകളില് ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള പരിഷ്കാരമായിരുന്നു അധികാര വികേന്ദ്രീകരണം. അതിനായി ആവിഷ്കരിച്ച ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണത്തിന് 30 വർഷം പ്രായം പിന്നിടുകയാണ്. ഇന്നിവിടെ ചേർന്നിരിക്കുന്നവരില് ഒരു 75% പേര് അന്നത്തെ ജനകീയ ആസൂത്രണ പ്രവർത്തകരാണ്. നമ്മൾ തന്നെ അന്നത്തെ കാലം ഒന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി അങ്ങ് പ്രവർത്തിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് അത്ഭുതപ്പെടുക. അവിസ്മരണീയമാണ് ആ കാലഘട്ടം. അതിന്റെ ഓർമ്മകൾ അയവിറക്കാനല്ല നമ്മൾ ഇന്നിവിടെ കൂടുന്നു. മറിച്ച് അടുത്ത തലമുറ അവര് അധികാര വികേന്ദ്രീകരണത്തിന്റെ പിന്നിൽ അണിനിരത്തുന്നതിന് ഒരു വർഷത്തെ ഒരു പ്രവർത്തന പരിപാടിക്ക് രൂപം നൽകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചേരുന്നത്. എങ്ങനെയാണത് ചെയ്യുക? അതിന് നമ്മൾ കാണുന്ന മാർഗം, കേരളത്തിലെ യുവാക്കളെല്ലാം ഇന്ന് വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ്. പുറത്തു പോകുന്നൊരു കണക്കെടുക്കാക്കിയിട്ടുണ്ടെങ്കിൽ 70% പേര്.
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും 120 മണിക്കൂറിന്റെ ഇന്റേൺഷിപ്പ് വേണം. കേരളത്തിലെ കോളേജുകളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ തൊട്ടടുത്ത പഞ്ചായത്തുകളില് അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പരിപാടിക്ക് നമ്മൾ രൂപം നൽകുകയും അത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പിന്തുണയോടുകൂടി നമ്മൾ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നതിലേക്ക് പോകും. അങ്ങനെ കേരളത്തിലെ യുവതയെ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള അതിവിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത്തരത്തില് പുതിയ തലമുറയെ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ട് ജനകീയാസൂത്രണ കാലത്ത് നമ്മൾ ആവിഷ്കരിച്ച സന്നദ്ധ സാങ്കേതിക സേനയുണ്ടല്ലോ, അത് നമ്മൾ പുനർജീവിപ്പിക്കാൻ പോയി. അവര് വഴിയാണ് നമ്മുടെ നേതൃത്വത്തില് പുതിയ തലമുറക്ക് 1 വർഷമാകുമ്പോഴേക്കും നമുക്ക് നേടാൻ കഴിയണം. ഓരോ പഞ്ചായത്തിലും ഇത്തരത്തിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൊരു കൂട്ടം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടി വരും. ഈ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുന്നത് അന്നത്തെ പോലെ സംസ്ഥാന ജില്ലാ താരതമ്യത്തിലുള്ള പരിശീലന പരിപാടിയിലൂടെയൊന്നുമല്ല, മറിച്ച് അതിവിപുലമായൊരു വെബ്സൈറ്റിലൂടെയാണ്. ആ വെബ്സൈറ്റ് ആർക്കും പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മുടെ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളുടെ വൈപുല്യത്തെ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും.